ഓക്കെ, ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ലാസ്റ്റ് സാറ്റർഡേ വന്നാണ്. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ വന്നിട്ടില്ല. ഇന്ന് ഷോൾഡറാണ്. ഓക്കെ, എൻ്റെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹെവി പ്രസ് മൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മിലിറ്ററി പ്രസ് വെച്ചിട്ടായിരിക്കും. ഒരു 10 ഇട്ടിട്ടുണ്ട്. ബാർ ഒരു 20, ഒരു 40 kg. Angels, okay. Changes. ഓക്കെ, ഒരു 10 kg കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 10, 5, 15, 30, ബാർ 20, 50, ഒരു 50 kg. ഇത് ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ രസം ഇരുന്ന് ചെയ്യുന്നത്. ഇതാണ് പ്രോപ്പർ മിലിറ്ററി പ്രസ്. 2-3 ദിവസം വരാതുകൊണ്ട് ഭയങ്കര മടുപ്പാണ്. ഓക്കെ, കുറേ നാളെ ജിമ്മിൽ വരാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബെൽറ്റ് ഇട്ടു. കുറച്ച് ബുക്കാണ് ഇട്ടിരിക്കുന്നത്. കാരണം അത് ഒരു ഈ ബെൽറ്റ് പ്ലേസ്മെൻറ്റും കുറച്ച് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ സ്ക്വാട്ട് അല്ലെങ്കിൽ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലോവർ ആയിട്ടായിരിക്കും ബെൽറ്റ് ഇടുന്നത്. ഓവർ ഹെഡ് പ്രസസ് ഇതുപോലത്തെ ഹെവി വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, 50 kg ഉള്ളൂ. ഓക്കെ, അപ്പം എനിവേസ് ഇതൊരു കുറച്ച് വെയിറ്റ് എടുത്തുള്ള ഓവർ ഹെഡ് പ്രസ്, അതായത് അപ്പർ ബോഡിയിലോട്ട് മേളിലോട്ടുള്ള പ്രസസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലോവർ ലാറ്റ്സ് അവിടെ ആയിരിക്കും ഞാൻ എൻ്റെ ബെൽറ്റ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം മേളിലായതുകൊണ്ട് തന്നെ കുറച്ച് കയറ്റിയാണ് ഞാൻ ബെൽറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ മിലിറ്ററി പ്രസ് കഴിഞ്ഞു. ഇത് ഈ ബിഹൈൻഡ് ദ ഹെഡ് പ്രസ്സിന് ഞാൻ എല്ലാവരും കൈ കുറച്ച് വൈഡായിട്ടാണ് വെക്കേണ്ടത്. ഞാൻ ഒരു പഠിപ്പിക്കൽ സെറ്റപ്പ് അല്ല, എനിക്ക് ആരെയും പഠിപ്പിക്കാനൊന്നും അറിയത്തില്ല. ആരും പഠിപ്പിക്കാനുമല്ല ഞാൻ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇരുന്നുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോ ഈ ഒരു ടോപ്പിക്ക് വന്നുകൊണ്ട് പറയാം. കുറച്ച് കണ്ട് ചോദിച്ചാൽ എന്തിനാണ് വീഡിയോ അല്ല ഇതുപോലത്തെ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നതെന്ന്. ഒന്നാമത്തെ കാര്യം എനിക്കാരും പഠിപ്പിക്കാറില്ല. ഞാൻ പണ്ട് ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും എനിക്കൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു അങ്ങനത്തെ ഒരു സാധനമില്ല. ഒരാളെ പഠിപ്പിക്കാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല. അത് ടീച്ചർ എന്ന് പറയുന്നത് വേറൊരു ലെവൽ സാധനമാണ്. എനിക്ക് എല്ലാവർക്കും ഉള്ള കഴിവല്ല, എനിക്കതില്ല. ഇത് തന്നെ എനിക്കൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോണമല്ലോ എന്നൊരു തോന്നൽ എനിക്ക് വരും. എങ്ങാനും മടി പിടിച്ചിരിക്കാമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ റീസണൊന്നുമില്ല. പിന്നെ ഏറ്റവും മെയിനൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ പണ്ട് മുതലേ ഒരു കാര്യത്തിലും ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല, ഈ ഒരു കാര്യം ഒഴിച്ച്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് തടിയിൽ ഡമ്പലൊക്കെ ഉണ്ടാക്കി ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ 10 കിലോയുടെ മറ്റേ വെയിൻ കട്ടിയുണ്ട്, അതൊക്കെ വെച്ച് ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് ഒരു ജേണൽ പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്യാനാ, ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓ ഓക്കെ. അപ്പുറത്ത് ഒത്തിരി ആൾക്കാരായിരുന്നു, അത് കാരണം എനിക്ക് എന്തൊക്കെ വർക്കൗട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അത് ഞാൻ മേളിൽ എഴുതി വെക്കാം. ഇപ്പം ഇപ്പം ഷ്രക്സ് ആണ്, ലാസ്റ്റ് വർക്കൗട്ടാണ് ഷോൾഡറിൻ്റെ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ മിലിറ്ററി പ്രസ് ചെയ്തു, ബാക്ക് ചെയ്തു, പിന്നെ ബിഹൈൻഡ് ദി ഹട്ട് ചെയ്തു, പിന്നെ അവിടെ പോയി ലാറ്ററൽ റേസ് ചെയ്തു, പിന്നെ ലാറ്ററൽ റേസ് ചെയ്തു, ഡംബൽ പ്രസ് ചെയ്തു, പിന്നെ ഒരു ചെറിയൊരു കോംബോ ചെയ്തു. അവിടെ പിന്നെ കേബിളിൽ ഒരു ഷ്രക്സ് ചെയ്തു, കേബിളിൽ ഒരു ഷ്രക്സ് ചെയ്തു. ഇത് ലാസ്റ്റ് ഷ്രക്സ് ആണ്. ഒരു ഹെവി വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, 20, 40, 60 കിലോ.
അറുപത് കിലോ വെയിറ്റ് കുറവാണ്. നമുക്ക് 60-80 പോവാം. ഓക്കെ, ഇത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതും എൻ്റെ ഷ്രക്സിൻ്റെ അല്ലെ ഷോൾഡറിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഇത് കഴിഞ്ഞ് ഒരു ലൈറ്റ് ലെഗ് വർക്കൗട്ടും കൂടെ ഉണ്ട്. അത് ഷൂട്ട് ചെയ്യില്ല, ഇന്ന് ഷോൾഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ലാസ്റ്റ് സെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരെണ്ണം കൂടെ ചെയ്യും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് എപ്പോഴും സിമിട്രിയിലാണ് ചെയ്യേണ്ടത്. അതിപ്പം ഇതിൽ പിടിക്കുന്ന ഇവിടെ ഓരോ മാർക്സ് ഉണ്ട്. 2 കൈ പിടിക്കുന്നതും വെയിറ്റിൽ നിന്നും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം, പിടിക്കുന്ന രീതി സെയിം ആയിരിക്കണം, ഗ്രിപ്പ് സ്ട്രെങ്ത് സെയിം ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മസിൽ ഇംബാലൻസസ് ഉണ്ടാവും. ഇപ്പം ഞാൻ കഴിഞ്ഞ വർക്കൗട്ടിൽ ഈ കൈ ഓക്കെ ഈ ഒരു പൊസിഷനിലാണ് പിടിച്ചത്. ഇപ്പം ഞാൻ ഈ ഒരു കൈ ഈ പൊസിഷനിൽ പിടിക്കും. എന്നിട്ട് സെയിം എമൗണ്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആവും. ഓക്കെ, സെറ്റായി.